എല്ലാവർക്കും എന്റെ പ്രണാമം. ഈ പ്രപഞ്ചത്തിൽ രണ്ട് ഘടകങ്ങളെ കാണാനുള്ളൂ. ഒന്ന് ബോധവും മറ്റേത് ജഡവും. ഉണ്ടായി മറയുന്നതൊക്കെ ജഡം. ശക്തിസ്പന്ദനം മുതൽ സൂര്യചന്ദ്രന്മാർ വരെ പുറമേ കാണുന്നതൊക്കെ ജഡം. ഈ ജഡങ്ങൾക്ക് ബോധത്തിന്റെ സാന്നിധ്യത്തിലല്ലാതെ ഉള്ളതായിത്തീരാൻ സാധ്യമേ അല്ല. ബോധം കൈവിട്ടാൽ ഇവയൊന്നും ഇല്ല. അതിനർത്ഥം ഈ ജഡങ്ങളെല്ലാം ബോധത്തിന്റെ തന്നെ ചില പ്രതിഭാസങ്ങൾ, ചില നാമരൂപങ്ങൾ. ജഡം എന്നൊരു വസ്തു ഇല്ല. ഉള്ളത് ബോധം മാത്രം. ഇതിൽ കവിഞ്ഞൊരു സത്യമില്ല. നമ്മൾ എവിടെ പോയി പ്രഭാഷണം കേട്ടാലും ഏത് പുസ്തകം വായിച്ചാലും എന്തൊക്കെ ചെയ്താലും ഈ സത്യമറിയുന്നില്ലെങ്കിൽ സത്യമറിയുന്നില്ല. അതുകൊണ്ട് തന്നെ ജീവിതത്തിന് കാര്യമായ സ്വസ്ഥത കിട്ടുകയുമില്ല. ഈ സത്യം വ്യക്തമായി ഗ്രഹിച്ചുകൊണ്ട് ഈ ലോകത്ത് കർമ്മരംഗത്ത് എങ്ങനെ വേണോ വർത്തിക്കൂ, ഒക്കെ വെറും ഒരു സ്വപ്നം, വെറും ഒരു ഇന്ദ്രജാലം. ഉള്ളതൊരേ ഒരു ബോധം. അവനിവനെന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനിയിൽ ആദിമമായൊരാത്മരൂപം. ഈ ആത്മരൂപമാണ് അറിവ് അഥവാ ബോധം. അവനിവനെന്നറിയുന്നതൊക്കെ അവൻ, ഇവൻ, അമീബ, സൂര്യൻ, ചന്ദ്രൻ എന്നിങ്ങനെ അറിയുന്ന എല്ലാം ആദിമമായൊരാത്മരൂപം. ഈ ജഗത്തിന്റെ തോന്നലുള്ളതാക്കിക്കൊണ്ട് നിൽക്കുന്ന ബോധം, അറിവ്, അല്ലാതെ മറ്റൊന്നുമല്ല. ഇക്കാര്യം വിട്ടുവീഴ്ച കൂടാതെ ഓർമ്മിക്കുക. മറ്റെന്തു വേണോ വായിക്കുക, പഠിക്കുക. പക്ഷേ ഈ കാര്യം ഓർമ്മിക്കുന്നില്ലെങ്കിൽ മറ്റു പഠിക്കുന്നതൊക്കെ വ്യർത്ഥം. ഒന്നും മനസ്സിന് ശാന്തി നൽകില്ല, സത്യം ആയിത്തീരുകയുമില്ല. അറിവെന്ന ഗുരുദേവൻ ഇക്കാര്യമാണ് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നത്. മൂന്നാമത്തെ പദ്യം. അറിവിന് അളവില്ലാതേത് അറിയാം, അറിവായതും വിളങ്ങുന്നു. അറിവിലെഴുന്ന കിനാവ് ഇങ്ങറിവായിടുന്ന വണ്ണമെല്ലാം അങ്ങെല്ലാം. അറിവ്, നമ്മൾ അറിവെന്ന് പറയുമ്പോൾ മേശയെക്കുറിച്ചുള്ള അറിവ്, മനുഷ്യനെക്കുറിച്ചുള്ള അറിവ്, ഇങ്ങനെ കൊച്ചു കൊച്ചു അറിവുകളെയാണ് കണക്കാക്കുന്നത്. ബോധം അത് നമ്മുടെ ശരീരത്തിന്റെ പരിമിതി വെച്ചുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. ജഡത്തിന്റെ പരിമിതിയിൽ പെട്ടുപോകുമ്പോൾ ബോധത്തിന് അങ്ങനെ പലതുണ്ട് എന്നൊക്കെ ഭ്രമം വരാം. ആ പരിമിതി മാറ്റൂ. അതാണ് ഗുരുദേവൻ പറയുന്നത്. അറിവിന്ന് അളവില്ലാതെ അറിയാം. അളവില്ലാത്ത അറിവ് ബോധം, അനന്തബോധം, ഇൻഫിനിറ്റ് കോൺഷ്യസ്നസ് എവിടെയും നിറഞ്ഞു നിൽക്കുന്നു. ആ ബോധമില്ലാത്ത ഒരു പോയിന്റ് ഈ ലോകത്ത് സ്വർഗത്തിലോ നരകത്തിലോ ഒരിടത്തും കിട്ടാനില്ല. അതാണ് ഇൻഫിനിറ്റ്, അനന്തം, അപ്രമേയം എന്നൊക്കെ നമ്മുടെ പുരാണങ്ങളും എഴുത്തച്ഛനും ഒക്കെ ആ സത്യത്തെ വാഴ്ത്തുന്നത് അതുകൊണ്ടാണ്. അനന്തം, അപ്രമേയം, അങ്ങനെയുള്ള ഒരു ബോധം ഇവിടെ ഉണ്ട്. എഴുത്തച്ഛൻ തന്നെ ഹരിനാമകീർത്തനത്തിൽ പറയുന്നില്ലേ, ഫലമില്ലാതെ നമ്മ വശമാക്കൊല്ലാതിരുത്തി മലമൂത്രമായ തടി പല നാളിരുത്തിയുടൻ അളവില്ലയാതെ വെളിവ്, അളവില്ലയാതെ വെളിവ്, അനന്തമായ ജ്ഞാനം, ബോധം, അറിവ്. അതിനെയാണ് ഗുരുദേവൻ ഇവിടെ പറയുന്നത്.
അറിവിന് അളവില്ലാതെ ഏതറിയാം? അളവില്ലാതെ ഏതറിവിനെയാണ് അറിയുന്നത്? ആയതും വിളങ്ങുന്നു. ആയതും ഇവിടെ ഉണ്ട്. അതേ സത്യമാവാൻ പറ്റൂ. അല്ലാതെ അതിനുള്ളിലുള്ള അളവുള്ള അറിവൊന്നും സത്യമാവാൻ പറ്റില്ല. അളവില്ലാത്ത ഒരറിവ്. സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ ആണ് ഉപനിഷത്ത് പറയുന്നത്. സത്യം മാറ്റമില്ലാത്തത്, ജ്ഞാനം ബോധം അറിവ് അനന്തം, അതാണ് പരമസത്യം. സത്യം ജ്ഞാനം അനന്തം. അതൊക്കെ ശരി സാർ. പക്ഷേ ഈ അനന്തമായ ബോധത്തെ നമ്മളെങ്ങനെയാണ് അനുഭവിക്കുക? അനുഭവിക്കാൻ എന്താ? കാണുന്നതൊക്കെ ബോധം തീരുമാനിക്കുക, കാണുമ്പോൾ തന്നെ അനുഭവിക്കുക. അതല്ലേ ഭഗവാൻ കൃഷ്ണൻ ഉദ്ധവരോട് പറയുന്നത്? നിനക്ക് ഈശ്വരനെ ഇപ്പൊ അനുഭവിക്കണം, അല്ലേ? അനുഭവിക്ക്. ഈ കാണുന്നതൊക്കെ ഈശ്വരനാണോ? ഇവിടെ രണ്ടില്ല. മാമേവ സർവഭൂതേഷു ബഹിരന്തരപാവൃതം ഈക്ഷേത ആത്മനി ആത്മാനം യഥാ ഖം അമലാശയ. അല്ലെ ഉദ്ധവരെ, മാമേവ എന്നെ തന്നെ സർവഭൂതേഷു സകല പ്രപഞ്ചഘടകങ്ങളിലും, ശക്തിസ്പന്ദനം മുതൽ സൂര്യചന്ദ്രന്മാർ വരെ കാണുന്ന സകല പ്രപഞ്ചഘടകങ്ങളിലും എന്നെ മാത്രം, സർവഭൂതേഷു ബഹിരന്തരപാവൃതം, ഉള്ളെന്നോ പുറമെന്നോ ഇല്ല, ഞാൻ സകല പദാർത്ഥങ്ങളെയും നിറഞ്ഞു നിൽക്കുന്നു. ഉള്ളെന്നോ പുറമെന്നോ വ്യത്യാസമില്ലാതെ. മാമേവ സർവഭൂതേഷു. സാറേ, ഇതൊന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ലല്ലോ. മനസ്സിലാക്കണം. മനസ്സിലാവുന്നില്ലെങ്കിൽ ആവർത്തിച്ച് ചർച്ച ചെയ്തോ ചിന്തിച്ചോ മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഇത് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞ് വേറെ എന്തെങ്കിലും മനസ്സിലാക്കാൻ പോയാൽ അത് കള്ളമാണ്, അസത്യമാണ്. ഒട്ടേറെ അസത്യങ്ങളെ മനസ്സിലാക്കി വെച്ചതുകൊണ്ട് വിശേഷം. സത്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് അസത്യങ്ങളെ അസത്യങ്ങളാണെന്ന് അറിഞ്ഞുകൊണ്ട് ഈ ഭ്രമമണ്ഡലത്തിൽ ജീവിക്കൂ. അവിടെ മാത്രമേ ശാന്തി കിട്ടൂ. ഇവിടുന്ന് ഓടി ഒളിക്കണം എന്നല്ല. സത്യം പിടികിട്ടിയാൽ ബാക്കിയൊക്കെ അസത്യമാണ്. അപ്പോൾ അത് പിടികിട്ടിയാൽ എങ്ങനെ? ഉള്ളിലുള്ള സകല അഴുക്കുകളും ആ നിമിഷം മാറും. ആ നിമിഷം. ഇവിടെ കാണുന്നതൊക്കെ ഒരേ ഈശ്വരതത്വം. ഇപ്പോ ആരോടാ അസൂയ? ആരോടാണ് കാമക്രോധാദി? മറ്റുള്ളവരോട് കാമക്രോധാദിയും അസൂയയും കാണിച്ചാൽ ഞാൻ എന്നോട് തന്നെ അതൊക്കെ കാണിക്കുകയാണ്. ഞാനാണ് നിറഞ്ഞു നിൽക്കുന്നത്. അപ്പൊ ആരോട് അസൂയപ്പെടാൻ? ഇതാ നിമിഷം. ഇത് ബുദ്ധിക്കൊന്ന് ഉറച്ചു കിട്ടിയാൽ മതി. ഈ തത്വം അങ്ങോട്ട് ബുദ്ധിയെ പഠിപ്പിച്ചുകൊണ്ട് രാഗദ്വേഷങ്ങളെ വലിച്ചെറിയൂ. അതല്ലേ കൃഷ്ണൻ പറയുന്നത്? രാഗദ്വേഷ വിയുക്തസ്തു വിഷയാനിന്ദ്രിയശ്ചരൻ. ഇന്ദ്രിയങ്ങൾ കൊണ്ട് വിഷയങ്ങളിൽ ചരിക്കൂ. പക്ഷേ ആ വിഷയങ്ങളോട് രാഗദ്വേഷങ്ങൾ പുലർത്താതിരിക്കൂ. ദുഃഖത്തിന് മുഴുവൻ കാരണം അതാണ്. ഇന്ന് ഈ ലോകത്ത് കാണുന്ന സകല ദുഃഖങ്ങൾക്കും, സകല യുദ്ധങ്ങൾക്കും, സകല ചക്രവർത്തിമാരുടെ പിടച്ചിലിനും കാരണം ഈ രാഗദ്വേഷമാണ്. അസത്യത്തെ സത്യമെന്ന് കരുതിയിട്ടുള്ള രാഗദ്വേഷം. അതിനെ ഉപേക്ഷിക്കൂ. അതിനാണ് എല്ലാം അറിവാണ്, എല്ലാം ബോധമാണ്. എഴുത്തച്ഛൻ പറയുന്നത് അതാണ്. ഫലമില്ലയാതമെന്ന വശമാക്കൊലാ ജഗത്തെ മരമൂത്രമായ തടി പല നാളിരുത്തിയുടൻ. നമ്മളിവിടെ കാണുന്നില്ലേ, എന്നാലും നമ്മൾ പഠിക്കാഞ്ഞാൽ എന്ത് ചെയ്യും? രാഗദ്വേഷമയമായി കിടന്ന് പെടയുന്നു. അതിനിടയ്ക്ക് ഈ ജഡം വിട്ടുപോവുകയും ചെയ്യുന്നു. അപ്പോ ചോദിക്കുക, ഏത് ചക്രവർത്തി എന്ത് നേടി? ഏത് ഭരണാധികാരിയും ഏത് ചക്രവർത്തിയും പെടച്ചിലിനിടയ്ക്ക് ശരീരം വിട്ടുപോവുകയാണ്.
അവരെന്ത് നേടി? എന്ത് നേടി എന്ന് വെച്ചാൽ, ഞാൻ പാർലമെന്റ് മെമ്പറായി, വളരെ സന്തോഷം. എല്ലാം സന്തോഷമായോ? പാർലമെന്റ് മെമ്പറാവണ്ടെന്ന് ആരും പറയുന്നില്ല. പക്ഷെ പാർലമെന്റ് മെമ്പറായതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിന് വല്ല സ്വസ്ഥതയും കിട്ടും. അപ്പൊ പിന്നെ അവിടുന്ന് പോയി വേറെ പലതും ആവണം, പലരെയും ദ്രോഹിക്കണം, നശിപ്പിക്കണം എന്ന ചിന്ത കൂടി വരുന്നു. അങ്ങനെ അറിവിന്റെ അളവില്ലാതെ ഏതറിയണം. ആ അറിവുണ്ടെങ്കിലോ ഒക്കെ ഒരു കളി. ആരോടെന്ത് വിദ്വേഷം, ആരോടെന്ത് പ്രത്യേക സ്നേഹം. ഈ നാടകത്തിൽ എവിടെ എങ്ങനെയൊക്കെ അഭിനയിക്കാമോ അഭിനയിക്കുക. പക്ഷെ ഏതെങ്കിലും നാടകത്തിലെ നടൻ താൻ കഥാപാത്രമാണെന്ന് യഥാർത്ഥത്തിൽ ചിരിച്ച് അഭിനയിക്കാറുണ്ടോ? കംസന്റെ വേഷം കെട്ടിയ ഒരു നടൻ ഞാൻ യഥാർത്ഥത്തിൽ കംസനാണെന്ന് ചിന്തിച്ച് അഭിനയിക്കാറുണ്ടോ? ആ അഭിനയമാണ് അയാളുടെ അഭിനയത്തിന്റെ വിജയം. ഞാൻ ഒരിക്കലും കഥാപാത്രമല്ല, ഞാൻ ഒരു നടൻ. ഈ അറിവ് മാത്രമേ, അല്ലെങ്കിൽ ഈശ്വരഭജനം പോലും അസൂയയും വിദ്വേഷവും. കൃഷ്ണനെ ഭജിക്കുന്ന ആളിന് രാമഭക്തനോട് വിദ്വേഷം, അസൂയ. ശിവഭക്തന് വിഷ്ണുഭക്തനോട് അസൂയ. ശൈവ വൈഷ്ണവ സംഘടനം തന്നെ ഇവിടെയൊക്കെ ധാരാളം ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത്. മതസംഘടനങ്ങൾ ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കും. നമുക്ക് ഓരോരുത്തർക്കും ഈ സത്യം ഉള്ളിൽ ഉറപ്പിക്കാൻ പറ്റുമോ? ഉറപ്പിച്ചുകൊണ്ട് വേണമെങ്കിൽ കുറച്ച് സംഘടനം ആയിക്കോട്ടെ. അത് ഈ മായയുള്ളതല്ലേ. അറിവിനളവില്ലാതെ ഏതറിയാം ആയത്തും വിളങ്ങുന്നു. അപ്പൊ പിന്നെ ഗുരുദേവ, അളവില്ലാത്ത ഒരു അറിവ് ഇവിടെ ഉണ്ടെങ്കിൽ ഈ കാണുന്നതൊക്കെ എന്തെന്നാ? അളവില്ലാത്ത ഒരു അറിവുണ്ടെങ്കിൽ അതല്ലാതെ മറ്റൊന്നുണ്ടാവാൻ സാധ്യമല്ല. കാരണം അതില്ലാത്ത ഒരു പോയിന്റും ഈ ജഗത്തിലില്ല. ഇൻഫിനിറ്റ് കോൺഷ്യസ്നെസ് ആണെങ്കിൽ അതില്ലാത്ത ഒരു പോയിന്റ് ഇവിടെയുണ്ട്. അപ്പോൾ എല്ലാം ബോധം തന്നെയാണ്, സംശയമില്ല. അങ്ങനെയാണെങ്കിൽ ഈ കാണുന്നത് എത്ര പ്രാവശ്യം പറഞ്ഞു, അറിവിലെയുന്ന കിനാവ് അങ്ങറിവായിടുന്ന വണ്ണം. അങ്ങനെയല്ല, നമ്മൾ വേറെ വേറെ എന്നറിയുന്ന കാര്യങ്ങളെല്ലാം അറിവിലെഴുന്ന കിനാവ്, ഈ ബോധത്തിൽ സംഭവിക്കുന്ന കിനാവ്. കിനാവ് കണ്ടിട്ടില്ലേ? ഗംഭീരമായ സ്വപ്നം. സൗരയൂഥങ്ങൾ നമ്മുടെ ഉള്ളിൽ പ്രകടമാകുന്നു, ചുറ്റിക്കറങ്ങുന്നു. എന്താ ഇത്? അവിടെ സൗരയൂഥങ്ങളുണ്ടോ? ഒന്നുമില്ല, വെറും ഒരു ഭ്രമം. ഉള്ളത് സ്വപ്നദർശിയായ ഞാൻ മാത്രം. ഉണരുമ്പം അത് നല്ലപോലെ ബോധ്യപ്പെടുകയും ചെയ്യുന്നു. എന്തിനീ അറിവ്? ഓടി ഒളിക്കാനല്ല, ആവർത്തിച്ചത് ഓർമ്മിച്ചുള്ളത്. ഗംഭീരമായി വേണമെങ്കിൽ ജീവിക്കുക, വേണമെങ്കിൽ തള്ളിക്കളഞ്ഞിറങ്ങിപ്പോവുക. എന്തിനീ കിനാവ്? അങ്ങനെ അറിവിലെഴുന്ന കിനാവ് ഇങ്ങറിവായിടുന്ന വണ്ണം അങ്ങെല്ലാം. ഈ കാണുന്നതെല്ലാം അതാണ്. എന്താ ഭാഗവതത്തിലെ ജഡഭരതൻ രഘുഗണനോട് പറയുന്നതാണ്. രഘുഗണൻ തന്റെ ജീവിതം മുഴുവൻ സത്യം അന്വേഷിച്ചു, പക്ഷേ സത്യം കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അങ്ങനെ ഇരിക്കവെയാണ് വഴിമധ്യേ വെച്ച് ജഡഭരതനെ കണ്ടെത്താൻ കഴിഞ്ഞത്. അപ്പോ ചോദിച്ചു ഭഗവാൻ, എന്താണ് സത്യം? ആദ്യമൊക്കെ ഭരതനെ കുറെ ആക്ഷേപിക്കാനും ഭയപ്പെടുത്താനും ഒക്കെ നോക്കി. പക്ഷേ അദ്ദേഹം ഉണ്ടോ ഭയപ്പെടുന്നു? അവിടെ ചോദിച്ചു, എന്താണ് സത്യം? സത്യം നിനക്കെങ്ങനെ പിടികിട്ടും? നീ ഇത്ര നാളും വലിയ യജ്ഞങ്ങൾ നടത്തി കഴിഞ്ഞുകൂടിയവനല്ലേ? യജ്ഞങ്ങളിൽ സത്യമെന്തെന്ന് ഒരു മിനിറ്റെങ്കിലും ചർച്ച ചെയ്തിട്ടുണ്ടോ? യജ്ഞങ്ങളിൽ എന്താ ചർച്ച? ഇവിടെ ഇപ്പൊ യജ്ഞങ്ങളാണ് ഒരുപാട് നടക്കുന്നത്. ഒരു വിരോധമില്ല, അവയൊന്നും എതിർക്കുകയല്ല, അവയൊക്കെ എന്നും നടന്നുകൊണ്ടിരിക്കും. പക്ഷെ യജ്ഞങ്ങളിൽ ഈ സത്യമെന്തെന്ന് യഥാർത്ഥത്തിൽ ഒരു നിമിഷമെങ്കിലും ചർച്ച ചെയ്യപ്പെടുന്നുണ്ടോ? അവിടെ വലിയ സംഭാരങ്ങൾ, ഹോമകുണ്ടങ്ങൾ, ഹോമദ്രവ്യങ്ങൾ, സദ്യ, ഗംഭീരമായ സദ്യ, അർച്ചനകൾ, കോടിയർച്ചനകൾ,
ദശകോടി അർച്ചനകൾ, ശതകോടി അർച്ചനകൾ ഒക്കെ കഴിഞ്ഞു. എന്നിട്ടോ എന്താ സത്യം പിടിയിട്ടോ? സത്യം ഞങ്ങൾ ഉദ്ദേശിച്ചില്ലല്ലോ. ഞങ്ങൾക്ക് നടത്തണം, അല്ലാതെ ഇവിടെ സത്യം പിടിയിട്ടണമെന്ന് ആരുദ്ദേശിച്ചു? ജലഭരതൻ രഘുവണനോട് പറഞ്ഞത് അതാണ്. നീ സ്വപ്നത്തെ ദൃഷ്ടാന്തമാക്കി ഈ പ്രപഞ്ചം ഇല്ലാത്തതാണെന്ന് എന്തുകൊണ്ട് ഇതുവരെ ചിന്തിച്ചറിഞ്ഞില്ല? സ്വപ്നേ നിരുക്ത്യ, സ്വപ്നത്തെ ദൃഷ്ടാന്തമാക്കിക്കൊണ്ട് ഗൃഹമേധി സൗഖ്യം, നിന്റെ ഈ ഗൃഹസ്ഥാശ്രമ സുഖം, ഗൃഹമേധി സൗഖ്യം നയസ്യ ഹേയാനു, ഇത് ഉപേക്ഷിക്കപ്പെടേണ്ടതാണ്. കാരണം ഇതിലൊന്നുമില്ല. കുറേ ദിവസം സൂചിച്ചോളൂ, അപ്പോഴൊക്കെ ഇത് ചിന്തിക്കണം. സ്വപ്നത്തിൽ ഗൃഹമേധി സൗഖ്യമൊക്കെ വേണ്ടവണ്ണം അനുഭവിക്കുന്നുണ്ടല്ലോ പലപ്പോഴും. ഉണരുമ്പോഴോ ഒരു ഗൃഹമേധി സൗഖ്യവും ഇല്ല. സ്വപ്നേ നിരുക്ത്യ ഗൃഹമേധി സൗഖ്യം നയസ്യ ഹേയാനുമിതം സ്വയം സ്യാത്. എടോ, സ്വയം, ഇയാൾ ചക്രവർത്തിയല്ലേ, സ്വയം സ്വപ്നവുമായി താരതമ്യപ്പെടുത്തി ഇവിടത്തെ ഈ നാനാദൃശ്യങ്ങൾ ഇല്ലാത്തതാണെന്നും സത്യം ബോധം മാത്രമാണെന്നും ഈ ജഗത്ത് മുഴുവൻ അതാണെന്നും നീ എന്തുകൊണ്ട് വ്യക്തമായി വിചാരം ചെയ്തറിഞ്ഞില്ല? അപ്പൊ പിന്നെ നിന്നെ ആ സത്യത്തിലേക്ക് ഉണർത്തിവിടാൻ രഘുഗണ വലിയ പ്രയാസമാണ്. എങ്കിലും ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം. അറിവിലിടുന്ന കിനാവ് ഈ അറിവായി ഇടുന്ന വണ്ണമങ്ങെല്ലാം ഈ കിനാവിന്റെ ദൃഷ്ടാന്തം ഗുരുദേവൻ തന്നെ ആത്മോപദേശ ശതകം മറ്റു കൃതികളിലൊക്കെ പലപ്പോഴും നൽകിയിട്ടുണ്ട്. നെടിയ കിനാവ് ഇത്, ഈ ജീവിതം ഒരു നെടിയ കിനാവ്. എന്തൊക്കെയോ ഭ്രമിച്ചുകൊണ്ട് പത്രമെടുത്ത് നോക്കുക, ആരൊക്കെയോ ദിവസങ്ങൾ കഴിച്ചുകൂട്ടുന്നു. അപ്പൊ എന്ത് സംഭവിക്കുന്നു? തീർന്നു. ഒരു ദിവസം പ്രതീക്ഷിച്ചതും ആഗ്രഹിച്ചതും ഒക്കെ തീർന്നു. അതാണ് കിനാവ്. നല്ല ഗംഭീരമായ സ്വപ്നം കണ്ടുകൊണ്ടിരുന്നു, പെട്ടെന്ന് ഉണർന്നു, വലിയൊരു നിധി കിട്ടി എന്ന് സ്വപ്നം കണ്ടു. അത് വീട്ടിൽ കൊണ്ടുപോയി മറ്റാരും കാണാതെ മുറിക്കകത്ത് വെച്ച് എണ്ണിക്കൊണ്ടിരിക്കുക ആ നിധി. അപ്പോഴാണ് ഉണരുന്നത്. എന്തൊരു ദയനീയമാണ്! ഇതല്ലേ ഇവിടത്തെ ജീവിതം? അത് കിട്ടി, ഇത് കിട്ടി, മെമ്പറായി, മന്ത്രിയായി ഒക്കെയായി. അപ്പോഴേക്ക് സ്വപ്നം ഉണരേണ്ടി വരുന്നു. ഇതിൽ പരം ഒരു ദയനീയത മറ്റെന്തുണ്ട്? ഇത് വേണ്ടെന്നല്ല. നമ്മുടെ ഇവിടുത്തെ പാർലമെന്റ് മെമ്പർമാരെയും മന്ത്രിമാരെയും ഒക്കെക്കാൾ ഗംഭീരന്മാരായ രാജർഷിമാർ ഭാഗവതത്തിലും മറ്റും അവരുടെ കഥ വിവരിക്കുന്നുണ്ട്. സർവഭോഗസമന്വിതമായ ജീവിതവും രാജ്യഭരണവും. പക്ഷേ അവരിതൊക്കെ അത് നിസ്സാരമായി മനസ്സുകൊണ്ട് കണ്ടു. അതുകൊണ്ട് അവരെ ഈ ലോകഭോഗങ്ങൾ ഒരിക്കലും പ്രലോഭിപ്പിച്ചില്ല. രാജ്യഭരണം ഭംഗിയായി നടത്തുകയും ചെയ്തു. ജനകൻ, ഋഷഭൻ തുടങ്ങിയുള്ളവരൊക്കെ ഗംഭീരമായി രാജ്യം ഭരിച്ചു. പക്ഷേ ഇവിടത്തെ ഈ മായാപ്രപഞ്ചം അവരെ അശേഷം പ്രലോഭിപ്പിച്ചില്ല. അതാണ് അറിവിലെഴുന്ന കിനാവ് ഈ അറിയാവായിടുന്ന വണ്ണം അങ്ങെല്ലാം. അറിവായിടുന്ന വണ്ണം അറിയപ്പെടുന്നവയായിട്ട് ഇവിടെ കാണുന്നതെല്ലാം അറിവിലെഴുന്ന കിനാവ്. ബോധത്തിൽ കാണപ്പെടുന്ന സ്വപ്നം എല്ലാവരും കാണാറുണ്ടല്ലോ. അതുപോലൊരു സ്വപ്നം. എന്തുകൊണ്ട്? ബോധമില്ലെങ്കിൽ കിനാവുമില്ല, ജാഗ്രതമില്ല, ഒന്നുമില്ല. അതുകൊണ്ട് ഈ ജാഗ്രതത്തിൽ ഉണർന്നിരിക്കുമ്പോഴുള്ള അനുഭവങ്ങൾ പോലും ബോധത്തിലെ വെറും സ്വപ്നം. അടുത്തൊരു ചോദ്യം ചോദിക്കുന്നു ഗുരുദേവൻ. അറിവിന് നിറവുണ്ടെന്നാൽ അറിവല്ലാതുള്ളതെങ്ങിരുന്നിടും? അറിവേതെന്നിങ് അത് പോയി അറിയുന്നങ്ങ് എന്നിതെങ്ങിരുന്നിടും. ഇപ്പൊ ശ്രദ്ധിക്കണം ആ പദപ്രയോഗമൊക്കെ. അറിയൊന്നും പിടിയിട്ടില്ല. ആദ്യത്തെ രണ്ടുപേരി പ്രയാസമില്ല. അറിവിന് നിറവുണ്ടെന്നാൽ, അറിവ് പൂർണ്ണമാണെങ്കിൽ, ബോധം ഇൻഫിനിറ്റാണെങ്കിൽ
പൂർണ്ണം. അതില്ലാത്ത ഒരിടത്തുമില്ല. അങ്ങനെയാണെങ്കിൽ അറിവല്ലാതെ ഉള്ളതെന്നിരുന്നിടും. അറിവല്ലാത്ത ഒരു വസ്തു എവിടെ ഇരിക്കാനാണ്? അറിവല്ലാത്ത ഒരു വസ്തു എവിടെയെങ്കിലും ഉണ്ടെന്ന് തോന്നിയാൽ ആ വസ്തുവിൽ അകവും പുറവും നിറഞ്ഞ അറിവ് നിൽക്കുക. എന്തുകൊണ്ട്? അറിവ് ഇൻഫിനിറ്റാണ്, അറിവ് പൂർണ്ണമാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഉപനിഷത്തുകൾ പറയുന്നത് പൂർണ്ണമതോ ഇവിടെ കാണുന്ന ഇതൊക്കെ പൂർണ്ണമാണ്. എന്താ? പൂർണ്ണ വസ്തുവിൽ കാണപ്പെടുന്ന ഏത് കാഴ്ചയും പൂർണ്ണമാകാതെ വയ്യ. ആ കാഴ്ചയെ ആ വസ്തുവിൽ നിന്നും വേർപെടുത്താനേ ഒക്കില്ല. വെള്ളത്തിൽ കാണുന്ന ഏത് കുമിളയും വെള്ളമല്ലാതെ മറ്റൊന്നാകാൻ പറ്റില്ല. അതുപോലെ ഒരു പൂർണ്ണ വസ്തുവിൽ കാണപ്പെടുന്ന എന്ത് കാഴ്ചയും പൂർണ്ണമായിരിക്കാനേ പറ്റൂ. നമ്മളിങ്ങനെ വേർപെടുത്തിയൊക്കെ എടുക്കുന്നു എന്നൊക്കെ ചിന്തിക്കുന്നത് കൊണ്ട് അപൂർണമെന്ന് കരുതുന്നു. നമ്മൾ വേർപെടുത്തിയെടുക്കുന്നത് എവിടെ? അത് ഈ ബോധത്തിന്റെ തന്നെ ഒരു ഗംഭീര പ്രകടനമായ സ്പേസിലാണ്, ആകാശത്തിലാണ്. ഒരു വസ്തുവിനെ വേർപെടുത്തി ആകാശത്തിനപ്പുറം കൊണ്ടുപോകാൻ പറ്റുമോ ആർക്കെങ്കിലും? അപ്പോ ഈ വസ്തുവിനെ എവിടെയൊക്കെ കൊണ്ടുപോയാലും ആ വസ്തുവിൽ ആകാശം അകവും പുറവും നിറഞ്ഞിരിക്കുന്നു. ആർക്കെങ്കിലും നിഷേധിക്കാനൊക്കുമോ? ആകാശം നിറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇത് ശൂന്യാകാശമല്ല, ചിദാകാശം, ബോധാകാശം. എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ബോധത്തിന്റെ ആദ്യത്തെ തോന്നലാണ് ഈ ആകാശം. ആകാശം ബ്രഹ്മശരീരം. അപ്പോ ആകാശമില്ലാത്തൊരിടത്ത് ഏതെങ്കിലും പദാർത്ഥത്തെ കൊണ്ടുപോകാൻ പറ്റുമോ? അതിനർത്ഥം പറ്റില്ലെങ്കിൽ ഏത് വസ്തുവും ആകാശം അകവും പുറവും നിറഞ്ഞു നിൽക്കുന്നു. അപ്പോ ആ വസ്തു ആകാശമാണ്. അതായത് ചിദാകാശം, ബോധാകാശം. ബോധാകാശത്തിലല്ലാതെ മറ്റൊന്നിനും ഉള്ളതായിത്തീരാൻ പറ്റില്ല. വെറും ശൂന്യമായി കാണപ്പെടുന്ന സ്പേസിൽ, ആകാശത്തിൽ ഒന്നും ഉള്ളതായിത്തീരാൻ പറ്റില്ല. ശൂന്യതയിൽ ഭ്രമം പോലും സാധ്യമല്ല, വെറും ശൂന്യതയിൽ. അപ്പോ ഈ കാണുന്ന ശൂന്യത ശൂന്യമല്ല, ചിദാകാശം എന്നാണ് നമ്മുടെ ഋഷീശ്വരന്മാർ പറയുന്നത്. ചിദാകാശമാണ്. ഈ ആകാശത്തിൽ ഓരോ കൊച്ചു കൊച്ചു പോയിന്റിലും ബോധം നിറഞ്ഞു നിൽക്കുന്നു. അതുകൊണ്ടാണല്ലോ അതിൽ നിന്ന് വായു സ്പന്ദിക്കുന്നത്, പ്രാണൻ സ്പന്ദിക്കുന്നത്. അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ ഈ ആകാശത്തിൽ ചുറ്റിത്തിരിയുന്ന എന്തുകൊണ്ട്? ശൂന്യതയാണെങ്കിൽ ഇവിടെ ചുറ്റിത്തിരിയാൻ പറ്റുമോ? ഏതോ അതിഗംഭീരമായ ഒരു പൂർണ്ണ വസ്തു ഉണ്ടെങ്കിലേ ഈ പ്രപഞ്ചഭ്രമം പോലും പ്രകടമാവാൻ പറ്റൂ. ഒരു വസ്തുവില്ലാതെ ഭ്രമം പോലും സാധ്യമല്ല. കയറുണ്ടെങ്കിലേ പാമ്പിന്റെ ഭ്രമമുണ്ടാവൂ. മരുഭൂമി ഉണ്ടെങ്കിലേ കാനൽ ജലത്തിന്റെ ഭ്രമം സാധ്യമാവും. ആകാശം വെറും ശൂന്യമാണെങ്കിൽ അതിലൊരിക്കലും ഒരു ഭ്രമവും സാധ്യമല്ല. വെറും ശൂന്യം വസ്തുവല്ല. അപ്പോ ആകാശമായി കാണപ്പെടുന്ന ഈ അത്ഭുതകരമായ ദൃശ്യം നമ്മൾ വലിയ ഇന്ന് സ്പേസ് സയൻസൊക്കെ വളർത്തിയെടുത്തിട്ടുണ്ട്. സ്പേസ് സയന്റിസ്റ്റുകളൊക്കെ ധാരാളമുണ്ട്. പക്ഷെ എന്താ ഈ ആകാശം? അതിനെ കണ്ടെങ്കിലും ആ ആകാശത്തിന് കാരണമായ പരമാത്മവസ്തുവിന്റെ മഹത്വം ഓർമ്മിക്കണ്ടേ? അനന്തത, ഇൻഫിനിറ്റിറ്റ്യൂഡ്, അത് ഓർമ്മിക്കണ്ടേ? ഞാൻ പല സുഹൃത്തുക്കളോടും ചോദിച്ചിട്ടുണ്ട്, എന്താ ഈ ആകാശം? എന്താ ഈ ആകാശം എന്ന് വെച്ചാൽ ഇത് എവിടുന്നുണ്ടായി, എവിടെ നിൽക്കുന്നു? ഒരുത്തർക്കും ഒരു പിടിയുമില്ല. ഒരുത്തർക്കും ഒരു പിടിയുമില്ലാതെയാണ് വലിയ വലിയ ശാസ്ത്രം, അത് ഇത്. മഹാന്മാരായ ചില ശാസ്ത്രജ്ഞന്മാർ എന്തായാലും കുറെ കണ്ടുപിടുത്തമൊക്കെ കണ്ടുപിടിച്ചിട്ട് ഇതൊന്നുമല്ല, ഇതൊന്നും നമ്മെ രക്ഷിക്കില്ല, ഈ കണ്ടുപിടുത്തങ്ങളൊന്നും നമ്മെ രക്ഷിക്കില്ല. സ്റ്റീഫൻ ഹോക്കിൻസ്, ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഫിസിസിസ്റ്റ്, അദ്ദേഹം വലിയൊരു തിയറി, തമോഗർത്ത സിദ്ധാന്തം ആവിഷ്കരിച്ചിരുന്നു. ഏതോ ഒരു ഇരുണ്ട കുഴിയിൽ നിന്നാണ് ജഗത്തൊക്കെ ഉണ്ടായി വരുന്നത് എന്ന്.
അതായത് 2-3 ദിവസമേ ഉള്ളൂ. അതൊക്കെ പരമ അബദ്ധം. ഞാൻ പറഞ്ഞതൊക്കെ തെറ്റിപ്പോയി. അവിടെ നിന്നൊന്നും ഉണ്ടായി വരുന്നില്ല, അവിടെ ഒന്നും പോയി ലയിക്കുന്നുമില്ല എന്നൊക്കെ അദ്ദേഹം 2-3 ദിവസത്തിന് മുമ്പ് പ്രസ്താവിച്ചിട്ടുണ്ട്. എന്നല്ല, അദ്ദേഹത്തിന് ഇപ്പോ ഈ ഫിസിക്സിനോടൊന്നും ഒരു താല്പര്യവുമില്ല. താല്പര്യമില്ലെന്ന് വെച്ചാൽ അദ്ദേഹം അതിൽ നിന്നും ആക്ഷേപിച്ച് തള്ളിക്കളയുകയല്ല. ഫിസിക്സിനൊന്നും നമ്മുടെ സത്യം വെളിപ്പെടുത്തി തരാൻ ഒരിക്കലും കഴിയില്ല എന്നാണ് അദ്ദേഹം ഈ അടുത്ത കാലത്ത് ഡൽഹിയിൽ വന്നപ്പോൾ തന്നെ പ്രഖ്യാപിച്ചത്. സ്വന്തം ജീവിതമാണെങ്കിൽ വളരെ കഷ്ടം, ഞരമ്പുകളൊക്കെ തളർന്ന് ഇങ്ങനെ വീൽ ചെയറിൽ സഞ്ചരിക്കുകയാണ്. നമ്മൾ ആരെയും കുറ്റം പറയുകയല്ല, ശാസ്ത്രജ്ഞനെയോ കുറ്റം പറയുകയല്ല. പക്ഷെ ഇതിന്റെയൊക്കെ പരിമിതി നല്ലവണ്ണം ധരിച്ചറിയുക. അതൊക്കെയാണ് വിവേകാനന്ദ സ്വാമിയുടെയും മറ്റും മഹത്വം. അദ്ദേഹം ഒടുവിൽ തന്റെ ശിഷ്യനെ വിളിച്ചു പറയുന്നു, കുഞ്ഞെ, ഇവിടുത്തെ യാതൊരു ശാസ്ത്രത്തിനും പരമസത്യം കാട്ടിത്തരാൻ കഴിയില്ല. ഉപനിഷത്തുക്കൾക്കല്ലാതെ മറ്റൊന്നിനും സാധ്യമല്ല. അവയൊക്കെ റിലേറ്റീവ് സയൻസസ്, എന്തൊക്കെയോ ചിലതാണെന്നും ഇങ്ങനെയൊക്കെ കാണിക്കും. അതല്ലാതെ എന്തില്ലെങ്കിലും രഹസ്യം വ്യക്തമായി വെളിപ്പെടുത്തി തരാൻ കഴിയുമോ? അറിവിന് നിറവുണ്ടെന്നാൽ നിറവ് പൂർണ്ണത. അറിവിന് പൂർണ്ണതയുണ്ടെങ്കിൽ അറിവല്ലാതെ ഉള്ളത് എന്നിരുന്നീടും. ആ ചോദ്യത്തിന് ഉത്തരം പറയണം ഏതെങ്കിലും ശാസ്ത്രജ്ഞൻ. ഇൻഫിനിറ്റായിട്ടൊരു വസ്തു ഈ പ്രപഞ്ചത്തിലുണ്ടെങ്കിൽ ആ വസ്തു അല്ലാതെ മറ്റൊരു വസ്തു എവിടെ ഇരിക്കാനാണ്? വേറെ ഏത് വസ്തു എവിടെ നിന്നാലും ഈ ഇൻഫിനിറ്റിനകത്തെ ഇരിക്കാൻ പറ്റും, അല്ലാതെ അതിൽ നിന്ന് പുറത്തു പോകാനേ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മുടെ ഈശ്വരന്മാർ പൂർണ്ണമത പൂർണ്ണമിതം. ഏത് കൊച്ചു ശക്തിസ്പന്ദനവും പൂർണ്ണമാണ്. എന്താ? ഒരു പൂർണ്ണ വസ്തുവിൽ സംഭവിക്കുന്നതാണ്. നമുക്ക് തൽക്കാലം അത് ചെറിയൊരു ശക്തിസ്പന്ദനം എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിലും പൂർണ്ണ വസ്തുവിലാണ് അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പൂർണ്ണ വസ്തുവിനെ വിട്ടുപോകാൻ ഒരു ശക്തിസ്പന്ദനത്തിനും സാധ്യമല്ല. അതുകൊണ്ട് നമ്മളെ ഉപനിഷത്തുകൾ പറയുന്നത് ഓരോ ശക്തിസ്പന്ദനവും പൂർണ്ണമാണ്. അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുന്ന ബോധസ്പന്ദനമാണ് ഓരോ ശക്തിസ്പന്ദനവും. എനർജിയുടെ ഓരോ സ്പന്ദനവും അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളെ ഉൾക്കൊള്ളുന്നു. നമുക്ക് കേൾക്കുമ്പോൾ അത്ഭുതം തോന്നും. അതെ, അത്ഭുതം തോന്നിയിട്ടെന്താ വിശേഷം? നിറവുണ്ടെന്നാൽ അറിവല്ലാതുള്ളത് എന്നിരുന്നീടും. ഇതൊക്കെ എളുപ്പപ്പെട്ട പദ്യങ്ങൾ. അറിവേത് എന്നും ഈ അറിവേതാണ് എന്ന് ഇങ്ങതുപോലെ അറിയുന്നങ്ങ്. ഈ അറിവേതാണ് നമുക്ക് പോയി അന്വേഷിക്കാം, പോയറിയാം. എവിടെ പോവാനാണ്? അറിവ് സർവത്ര നിറഞ്ഞു നിൽക്കുന്ന പൂർണ്ണ വസ്തു. അതിൽ നിന്നും എവിടെ പോയാണ് നിങ്ങൾ അറിവിനെ അന്വേഷിക്കുക? അറിവേത് എന്ന് ഇങ്ങത് പോയറിയുന്നു. അത് പോയി അറിയുന്ന അങ്ങ് പോയറിയുന്നു. അറിവ് ഇവിടെ നിന്നും അങ്ങ് പോയി ഈ അറിവിനെ അറിയാൻ ശ്രമിക്കുന്നു. പലരും പറയാറുണ്ടല്ലോ, ഞങ്ങള് പൂർണ്ണ സത്യം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എവിടെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു? നിങ്ങൾ എവിടെ പോയാണ് അന്വേഷിക്കുന്നത്? പൂർണ്ണ ബോധമല്ലാതെ ഇവിടെ മറ്റെന്തുണ്ട്? അറിവേതെന്ന് ഇങ്ങത് പോയറിയുന്ന അങ്ങ്. അറിവേതെന്ന് ഈ അറിവ്, ഈ പൂർണ്ണ വസ്തു ഏതാണെന്ന് അത് അങ്ങ് പോയി അറിയുന്നു. ചന്ദ്രനിൽ അല്ലെങ്കിൽ സൂര്യനിൽ ഒക്കെ പോയി അറിയുന്നു. അറിയുന്ന അങ്ങ് എന്നിതെങ്ങിരുന്നിടും. ഇതെവിടെ സംഭവിക്കാനാണ്? സത്യത്തിനുള്ളിൽ കിടന്ന് ചുഴന്നിട്ട് എവിടെയോ പോയി സത്യമന്വേഷിക്കാൻ ശ്രമിക്കുന്നു. സത്യമല്ലാതെ മറ്റിവിടെ ഒന്നുമില്ല. അത് മനസ്സിലാക്കാൻ കഴിയാതെ സത്യത്തെ അനുഭവിച്ചറിഞ്ഞിട്ടുള്ള മഹാത്മാക്കളിൽ നിന്നും, ശ്രീനാരായണ ഗുരുദേവനെ പോലെയുള്ള പരമഹംസന്മാരിൽ നിന്നും അറിവ് തുടങ്ങിയ കൃതികൾ വേണ്ടവണ്ണം വായിച്ച് മനനം ചെയ്ത് ആ സത്യം വേണ്ടവണ്ണം അറിയാതെ നമ്മൾ സത്യം അന്വേഷിക്കുന്നു. അവിടെ പോയി സത്യം അന്വേഷിക്കുന്നു. ഇവിടെ പോയാ സത്യം അന്വേഷിക്കുക?
അറിവേതെന്നിങ്ങത് പോയി അറിയുന്നങ്ങ് എന്നിതെങ്ങിരുന്നിടും. അങ്ങ് പോയി അന്വേഷിച്ചറിയാം എന്ന് പറയുന്നത് എങ്ങിരുന്നിടും, എങ്ങിരിക്കാനാണ്? ഈ അറിവിന്റെ കഥ അത്ഭുതമാണ്, അത്ഭുതം. സ്വന്തം കണ്ടുപിടുത്തങ്ങളെ തന്നെ ആധുനിക ശാസ്ത്രം വേണ്ട പോലെ വിലയിരുത്തിയിരുന്നെങ്കിൽ ഈ അറിവിനെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു. എന്തെല്ലാം കണ്ടുപിടുത്തങ്ങളുണ്ട് ഇന്ന്. ശബ്ദതരംഗങ്ങളും മറ്റും ഒരു നിമിഷം കൊണ്ട് ലോകത്തിന്റെ ഏത് ഭാഗത്തും എത്തിക്കാൻ നമ്മുടെ ശാസ്ത്രജ്ഞന്മാർക്ക് കഴിയുമല്ലോ. പക്ഷെ എങ്ങനെ? റേഡിയോ, ടെലിവിഷൻ, മറ്റ് പല ഉപകരണങ്ങൾ, ശബ്ദം മാത്രമല്ല, രൂപം, ഒരാളിന്റെ രൂപം ഈ പ്രപഞ്ചത്തിന്റെ ഏത് ഭാഗത്തും ഒരേ നിമിഷം എത്തിക്കാൻ ഇന്ന് ശാസ്ത്രജ്ഞന് കഴിയും. അതിനുള്ള ഉപകരണം കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷെ ഇതെങ്ങനെ? ഈ രൂപം പിന്നെ ടെലിവിഷനും ഒക്കെ ഉണ്ടെങ്കിൽ ചന്ദ്രനിലിരുന്നാലും ഇവിടെയുള്ള ഒരാളിന്റെ രൂപം, നമ്മുടെ പ്രസിഡന്റിന്റെ, പ്രധാനമന്ത്രിയുടെ ഒക്കെ രൂപം അവിടെ ഇരുന്ന് നമ്മുടെ മുറിയിലിരുന്ന് കാണാൻ സാധിക്കും. നമ്മുടെ മുറിയിൽ അവർ എത്തി നിൽക്കുന്നു. ഇതെങ്ങനെ? ഇതെന്തിന്റെ മഹത്വം? ഇതാണ് സർവവ്യാപിയായ ഈ ബോധത്തിന്റെ മഹത്വം. വാസിഷ്ഠവും മറ്റും പറയുന്നേ സർവമസ്തി ചിതകോശേ, ഈ ബോധത്തിനുള്ളിൽ സർവവുമുണ്ട്. ഓരോ ബോധസ്പന്ദനത്തിനുമകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഒരു ശക്തിസ്പന്ദനം അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളെ ഉണ്ടാക്കുന്നു. അതൊക്കെ എന്താ സാർ ഈ പറയുന്നത്? ശക്തിസ്പന്ദനമല്ലേ? ഓരോ ശക്തിസ്പന്ദനവും സ്പന്ദിച്ചവസാനിക്കുകയാണ്. തുടർന്ന് വേറെ ശക്തിസ്പന്ദനം. ഈ ശക്തിസ്പന്ദന പ്രവാഹം തന്നെ എങ്ങനെ സംഭവിക്കുന്നു എന്ന് പറയാൻ ആർക്കും സാധ്യമല്ല. ഓരോ ശക്തിസ്പന്ദനവും എനർജിയുടെ വൈബ്രേഷൻ, വൈബ്രേറ്റ് ചെയ്യുന്നു, തീരുന്നു, വീണ്ടും വൈബ്രേറ്റ് ചെയ്യുന്നു, വേറൊരു വൈബ്രേഷൻ. ഇതെങ്ങനെ ഫണ്ടമെന്റൽ എലമെന്റ്സിനെ ഉണ്ടാക്കും? ഇതാണ് മായ, അനുർവചനീയം എന്നല്ലാതെ ഇതിനൊന്നും മറുപടി പറയാൻ ഒരു ശാസ്ത്രജ്ഞനും സാധ്യമല്ല. മായ, ഈ അറിവിന്റെ മായ, ബോധത്തിൽ എങ്ങും നിറഞ്ഞ് നിശ്ചലമായി നിൽക്കുന്ന ബോധത്തിൽ ശക്തിസ്പന്ദനം തന്നെ ഉണ്ടാകാൻ സാധ്യമല്ല. എന്തുകൊണ്ട്? ഗുരുദേവൻ ചോദിച്ചില്ലേ, അറിവിനു നിറവുണ്ടെന്നാൽ അറിവല്ലാതെ ഉള്ളതെന്നിരുന്നിടും. അറിവ് പൂർണ്ണമാണെങ്കിൽ, സർവത്ര നിറഞ്ഞിരിക്കുന്ന വസ്തുവാണെങ്കിൽ, അറിവല്ലാതെ ഒരു ശക്തിസ്പന്ദനം പോലും അതിലെങ്ങനെ സംഭവിക്കും? നിറഞ്ഞ് നിശ്ചലമായി നിൽക്കുന്നതിൽ ചലനം എങ്ങനെ സംഭവിക്കും? അതല്ലാതെ മറ്റൊന്ന് അവിടെ വരാൻ പറ്റുമോ? അത് നിറഞ്ഞ് നിശ്ചലമായി നിൽക്കുന്നു. ഇതൊന്നും ചിന്തിക്കാതെ ആ ശക്തിസ്പന്ദനം ഒക്കെ വളരെ നല്ലത്. നമുക്ക് ഒരുപാട് കണ്ടുപിടുത്തങ്ങളും ഒക്കെ കിട്ടിയിട്ടുണ്ടായി. പക്ഷെ ഇതിന്റെ രഹസ്യം എനർജി സ്പന്ദിക്കുന്നു. എന്നിട്ട് ഇന്ന് ലോകത്ത് കാണുന്ന ഈ അത്യത്ഭുതകരങ്ങളായ, എന്നുവെച്ചാൽ ആർക്കും എന്തെന്ന് പിടികിട്ടാത്ത പല പല കണ്ടുപിടുത്തങ്ങളും. കമ്പ്യൂട്ടർ എന്ന് കണ്ടുപിടിച്ചു, വളരെ നല്ലതാണ്. ഇത് കമ്പ്യൂട്ടറിൽ എന്തെല്ലാം അങ്ങോട്ട് കൊടുത്താലും അത് അവിടെ സൂക്ഷിക്കുമ്പോഴും സൂക്ഷിക്കും, എപ്പോൾ വേണമെങ്കിലും നമുക്കതിനെ പിടിച്ചെടുക്കുകയും ചെയ്യാം. പക്ഷെ ഇതെങ്ങനെയാണ് ഇതവിടെ സൂക്ഷിക്കുന്നത്? ഈ ചോദ്യത്തിന് കമ്പ്യൂട്ടർ ഉണ്ടാക്കിയ ആളുകൾ ഉത്തരം പറയുമോ? എനിക്ക് നിശ്ചയമില്ല. ചിലപ്പോൾ പറഞ്ഞൊന്നു വരും. നമുക്ക് അവരോടൊക്കെ ചോദിച്ചു നോക്കണം, എങ്ങനെയാണ് ഇത് ഒക്കെ അവിടെ അടങ്ങിയിരിക്കുന്നത്. അല്ല, ഞങ്ങള് അതൊന്നും ചിന്തിച്ചിട്ടില്ല. ഞങ്ങള് ഇതൊക്കെ അങ്ങോട്ട് ഫീഡ് ചെയ്യും, പിന്നെ വീണ്ടും അതൊക്കെ കണ്ടെത്തും. അങ്ങനെയാണോ എന്ന് പറഞ്ഞാൽ ഒന്നും പിടികിട്ടാതെ എന്തൊക്കെയോ ചെയ്യുന്നു. ചില നന്മകൾ അതിലുള്ളുണ്ട്, നന്മകളില്ലെന്ന് പറയുന്നില്ല. പക്ഷെ അതുകൊണ്ട് ജീവിതം സഫലമാകുമോ? ജീവിതം തൃപ്തിയടയുമോ? കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചതുകൊണ്ട് ജീവിതം തൃപ്തിയടഞ്ഞോ? ഇല്ലെന്ന് മാത്രമല്ല, അത് പലയിടത്തും വൻ ഭീഷണി ഉയർത്തുന്നു എന്നാണ് ഇന്ന് ആധുനിക ശാസ്ത്രജ്ഞന്മാർ തന്നെ പറയുന്നത്. ആരെയും കുറ്റം പറയുകയല്ല. ഈ മായ, ഇതാണ് മായ. നിങ്ങൾ എന്തൊക്കെയോ കാണുന്നു, പക്ഷെ എന്താണെന്ന് നിശ്ചയമുണ്ടോ?
ആ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഇതൊക്കെ ഒരേ ഒരു വസ്തുവും. അതുകൂടെ ഒന്നറിയൂ, ഇവിടെ രണ്ടില്ല. ബോധമില്ലയോ ഒരു കമ്പ്യൂട്ടറുമില്ല. എന്താ സാറേ ബോധത്തിൽ കമ്പ്യൂട്ടറിൽ ബോധം എവിടെ ഇരിക്കുന്നു? അതന്വേഷിച്ച് നോക്കണം. കമ്പ്യൂട്ടറിൽ ഇലക്ട്രിസിറ്റി ഉണ്ടോ, എനർജി ഉണ്ടോ? ഉണ്ട്. എനർജിയൊക്കെ എന്താ എന്നല്ല, വേദാന്ത ഭാഷയിൽ ഓരോ മണൽത്തരിയും ബോധമാണ്, ഓരോ ശക്തിസ്പന്ദനവും ഓരോ പരമാണുവും ബോധമാണ്. വിവേകാനന്ദ സ്വാമി പറയുന്നു, നിങ്ങൾ ഒരു മണൽത്തരിയെ വിശകലനം ചെയ്തു ഇൻഫിനിറ്റ് കോൺഷ്യസ്നെസ്സിൽ ചെന്നെത്തും. ഒരു മണൽത്തരിയെ നിങ്ങൾ ശാസ്ത്രീയമായി വിശകലനം ചെയ്ത് മുമ്പോട്ട് പോകാമെങ്കിൽ ഇൻഫിനിറ്റ് കോൺഷ്യസ്നെസ്. എന്തിന്? ചുരുക്കി പറഞ്ഞാൽ ഈ ആധുനിക ശാസ്ത്രവും ജഗത്താകെ, ജഗത്തിപ്പെന്ന് വെച്ചാൽ ആധുനിക ശാസ്ത്രം കുറെ ഗംഭീരം കണ്ടുപിടുത്തങ്ങൾ നടത്തി, വളരെ സന്തോഷം. ഞാൻ ചോദിക്കട്ടെ, അതിനേക്കാൾ മോശമായ ഒരു അത്ഭുതകൃത്യമാണോ ഈ ഇൻഫിനിറ്റ് കോൺഷ്യസ്നെസ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്? അനന്തകോടി സൗരയൂഹങ്ങൾ ചുറ്റിത്തിരിയുന്നു, രാവകൾ ചുറ്റിത്തിരിയുന്നു. അനന്തകോടി സൗരയൂഥങ്ങൾ ചുറ്റിത്തിരിയുന്നുണ്ടോ സാർ? അല്ല, എന്നാണിപ്പോ മില്യൺസ് ഓഫ് സോളാർ സിസ്റ്റംസ്. അതെന്തിനാ സാർ? ഏടോ ഞാനും അത് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തിനാ ഈ അനന്തകോടി സൗരയൂഥങ്ങൾ ചുറ്റിത്തിരിയുന്നു? എന്താ അവിടെ ഈ സ്ട്രൈക്കും ധർണയും അടിയും ഒക്കെ വല്ലതും ഉണ്ടോ? ഒക്കെ പോയി അന്വേഷിക്കണം. വാസ്തവത്തിൽ എന്നുവെച്ചാൽ നമ്മുടെ ജനസംഖ്യയേക്കാൾ, നമ്മുടെ ലോകത്തിന്റെ ഇന്നത്തെ ജനസംഖ്യയേക്കാൾ എത്രയോ കൂടുതൽ സോളാർ സിസ്റ്റംസ്, സൂര്യന്മാരും ചന്ദ്രന്മാരും നക്ഷത്രങ്ങളും ചുറ്റിത്തിരിയുന്നതാണ്. ആ സൗരയൂഥങ്ങളെക്കാൾ അത്ഭുതകരമാണോ നമ്മുടെ ഏതെങ്കിലും കണ്ടുപിടുത്തം? അല്ല, ഒന്നിനെയും മോശമാക്കുകയല്ല, ഇതുകൊണ്ടൊക്കെ മനസ്സിലാക്കുക, ഇതൊരത്ഭുതം. ഈ പ്രപഞ്ചം ഒരനിർവചനീയം. ഇനി എത്രയെത്ര ജന്മങ്ങൾ പുറമേ നിന്ന് ആരാരൊക്കെ പരിശ്രമിച്ചാലും ഈ ജഗത്തിന്റെ പരമരഹസ്യം വെളിപ്പെട്ടിട്ടേയില്ല. നേരെ മറിച്ച് ഗുരുദേവനെ പോലുള്ളവർ പറയുന്നു, എടോ എന്തിന് വെളിയിൽ കിടന്നുഴലുന്നു? നിന്റെ ഉള്ളിലേക്ക് നോക്ക്, അവിടെ ഉണ്ട് ഉണ്ട് എന്നനുഭവിക്കുന്ന അതിഗംഭീരമായ ഈ അറിവ് രാപകൽ പ്രകാശിക്കുന്നില്ലേ? ആ അറിവില്ലെങ്കിൽ നീ എന്താ കമ്പ്യൂട്ടർ പ്രവർത്തിപ്പിക്കുമോ, ഭക്ഷണം കഴിക്കുമോ, വെള്ളം കുടിക്കുമോ? ഒന്നുമില്ല. അനങ്ങുമോ? ഒന്നും ചെയ്യില്ല. നിന്റെ ജഡം, ഈ ശരീരം അനങ്ങില്ല, അതില്ല. നിന്റെ ഉള്ളിൽ ഞാനുണ്ട് ഉണ്ട് എന്നനുഭവിക്കുന്ന ആ ബോധം. ആചാര്യസ്വാമികളും മറ്റും പറയുന്നത് പോലെ ജാഗ്രത് സ്വപ്ന സുഷുപ്തിഷു സ്ഫുടതര യാ സംവിദുജൃംഭത്തെ യാ ബ്രഹ്മാദി പിപീലികാന്തധനുഷു പ്രോത. കുഞ്ഞെ, ഉണ്ട് ഉണ്ട് എന്നിങ്ങനെ ഉറക്കത്തിലും ഉണർവത്തിലും സ്വപ്നത്തിലുമൊക്കെ ഏതൊരറിവ്, ബോധം, അതാണോ നിന്റെ ഉള്ളിൽ സദാ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നത്? ബ്രഹ്മാവ് മുതൽ ഉറുമ്പ് വരെയുള്ള ജീവികളുടെ ഉള്ളിൽ പ്രകാശിക്കുന്നത് സൈവാഹം. ഞാൻ ആ ബോധമാണ്. നച ദൃശ്യവസ്തു, ഈ കാണുന്ന ജഡമൊന്നും ഞാനല്ല എന്ന് വെറും ഒരു തിയറിയെങ്കിലും വ്യക്തമായി ചിന്തിച്ച ഞാൻ ബോധമാണ്. എന്തുകൊണ്ട് ബോധം? ആ ബോധം എന്നിലില്ലെങ്കിൽ എനിക്ക് ഞാനുമില്ല, ഈ പ്രപഞ്ചവുമില്ല, തീർന്നു. എന്റെയും ഞാൻ അനുഭവിക്കുന്ന അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളുടെയും കേന്ദ്രമേത, സ്ഥിരാകേന്ദ്രം ഈ ഞാനാണ്. ഞാൻ എന്റെ ഈ ശരീരത്തിൽ നിന്നും അങ്ങോട്ട് പുറത്തിറങ്ങി പോകാമെങ്കിൽ ഞാനും തീർന്നു, പ്രപഞ്ചവും തീർന്നു. അതായത് ഈ ശരീരവും തീർന്നു, പ്രപഞ്ചവും തീർന്നു, എല്ലാം തീർന്നു. ഇത്ര ഗംഭീരമായ സത്യം ഈ ഉള്ളിൽ ഉണ്ടെങ്കിലും അതിനെ അന്വേഷിക്കാതെ എന്തിന് വിരണ്ടോടുന്നു? സൈവാഹം നച ദൃശ്യവസ്തുതി
ദൃഢപ്രജ്ഞാവിയസ്തി ചേത്. കുഞ്ഞെ, ഈ ബോധമാണ് ഞാനല്ലാതെ ജഡമല്ല എന്ന് ഉറപ്പിച്ച ഒരറിവെങ്കിലും നിനക്കുണ്ടെങ്കിൽ, ഒരാൾക്കുണ്ടെങ്കിൽ, ചണ്ഡാലോസ്തു സതുദ്വിജോസ്തു ഗുരുരിത്യേഷ മനീഷാമ, അവന്റെ ഈ ജഡശരീരം വെറും ജഡം, ആ ശരീരം ഇല്ലാത്തത്, ഉണ്ടെന്ന് അനുഭവിക്കാൻ കഴിയാത്ത ജഡം, ജനിച്ചത് ചണ്ഡാലകുലത്തിലോ ബ്രാഹ്മണകുലത്തിലോ ആകട്ടെ, ഈ തിയറിയെങ്കിലും അവനറിയാമെങ്കിൽ അവനെന്റെ ഗുരുവാണ്. ഞാൻ സത്യമാണ്. അതിന്റെ പ്രകാശമയമായ വ്യക്തമായ രൂപം തെളിച്ചെടുക്കാൻ നമുക്ക് ശ്രമിക്കാം. ഇപ്പോൾ അത് സത്യമാണെങ്കിലും പൂർണ്ണമായ പ്രകാശത്തോടുകൂടി നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ല. വ്യക്തമല്ലേ? ഒട്ടേറെ രാഗദ്വേഷങ്ങളും നിരവധി ചിന്തകളും കാമക്രോധ ലോഭാദി വികാരങ്ങളും ഒക്കെ ആ പരമസത്യത്തെ, ആചാര്യസ്വാമികൾ പറയുന്ന പോലെ ചന്ദ്രനെ അനേകം മേഘപടലങ്ങൾ വന്ന് മറയ്ക്കുന്നത് പോലെ ഈ ബോധതത്വത്തെ, അറിവിനെ, ഗുരുദേവൻ വിവരിക്കുന്ന ആ അറിവിനെ, നമ്മുടെ ഉള്ളിൽ വ്യക്തമായി പ്രകാശിക്കുന്ന അറിവിനെ, രാഗദ്വേഷങ്ങളും കാണുന്നില്ലേ? പത്രമൊക്കെ എടുത്ത് വായിച്ചു നോക്കിയാൽ എന്തെല്ലാം. ഞാൻ കാലത്ത് പത്രം വായിക്കുമ്പോൾ വാസ്തവത്തിൽ ഈ മനുഷ്യൻ എന്തിനാണ് ഇതൊക്കെ കാട്ടിക്കൂട്ടുന്നത്? അവന് സുഖത്തിന്റെ ലേശമെങ്കിലും കിട്ടുന്നുണ്ടോ? മായ എന്നല്ലാതെ വേറെ എന്ത് പറയാൻ? അങ്ങനെ അവ മൂടിയിരിക്കുകയാണ്. ആ മൂടലൊന്ന് മാറ്റുക. അതിനെന്താ വഴി? എല്ലാവരിലും ഇരിക്കുന്ന സത്യം ഒന്നാണ് എന്ന് ഉറപ്പാക്കുക. ഞാൻ തന്നെയാണ് മറ്റെല്ലാവരിലും ഇരിക്കുന്നത്. അതുകൊണ്ട് ആരോടും വലിയ രാഗദ്വേഷങ്ങളോ ഒന്നും ഉണ്ടായിട്ടൊരു വിശേഷവുമില്ല എന്ന് വ്യക്തമായി ഉറപ്പിച്ച് ഈ ലോകത്ത് വ്യവഹരിക്കുമ്പോൾ തന്നെ ഉള്ളിലെ രാഗദ്വേഷങ്ങളെ മാറ്റി എല്ലാം ഈശ്വരതത്വം എന്ന നിഷ്കളങ്കമായ സ്നേഹം, ഈശ്വരീയമായ സ്നേഹം കൊണ്ട് നമ്മുടെ ഹൃദയത്തെ നിറയ്ക്കുക. അത് മാത്രമേ വേണ്ടൂ. അത് ചെയ്യാതെ കുറെ ഹോമം നടത്തിയതുകൊണ്ടോ തത്വം നടത്തിയതുകൊണ്ടോ ഒന്നും ഒരു രക്ഷയില്ല. അത് ചെയ്യാൻ കഴിയുമെങ്കിൽ അതിവേഗം, കൃഷ്ണൻ തന്നെ പറയുന്നു, അതിവേഗം ഉള്ളിൽ ആനന്ദം, ബ്രഹ്മാനന്ദം, ആത്മാനന്ദം അതിങ്ങനെ സംശയരഹിതമായി തെളിഞ്ഞു വരും. അതിനെന്താ പ്രയാസം? ആരെ കണ്ടാലും ഈശ്വരതത്വമാണെന്ന് ഉള്ളിൽ ഓർമ്മിക്കുക, പുറത്ത് പറയണ്ട. അപ്പം നമുക്ക് അവരോട് തോന്നാവുന്ന അസുഖങ്ങളൊക്കെ അതോടെ മാറിക്കിട്ടും. നമ്മുടെ ഉള്ളിൽ പ്രകാശിക്കാൻ തുടങ്ങും. പൂനിലാവ് നിറഞ്ഞ് കവിയുന്നത് പോലെ ഉള്ള സന്തോഷം കൊണ്ടും ആനന്ദം കൊണ്ടും പ്രകാശിക്കും. അതിനുവേണ്ടിയാണ് ഗുരുദേവൻ ഈ അറിവ് ഇത്ര മനോഹരമായി നമ്മെ വിവരിച്ചു കേൾപ്പിക്കുന്നത്. പുറമേയുള്ള ഈ പ്രപഞ്ചം ഏത് ഗംഭീരം വന്നാലും ഒരു കടങ്കഥ. ഈ കടങ്കഥ പുറമേ നിന്ന് അഴിക്കാനേ സാധ്യമല്ല. ഗുരുദേവനും മറ്റും നമുക്ക് അനുഭവിച്ചിട്ട് പറഞ്ഞു തരുന്ന ഈ അദ്വൈത സത്യം എന്ന അദ്വൈത സത്യം അറിവല്ലാതെ എങ്ങുമില്ല വേറൊന്നും. ഈ അറിവെന്ന കഥയുടെ ആദ്യത്തെ പദ്യത്തിലെ ഒടുവിലത്തെ വരി, അറിവല്ലാതെ എങ്ങുമില്ല വേറൊന്നും. ബ്രഹ്മം, ബോധം, ഈശ്വരൻ അല്ലാതെ ഇവിടെ മറ്റൊന്നുമില്ല. ഈശാവാസ്യം ഇതം സർവം. ഇത് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് ജീവിക്കുക. അങ്ങനെ ജീവിക്കുന്നില്ലെങ്കിൽ ഈ അറിവൊന്നും പഠിച്ചതുകൊണ്ടൊന്നും വലിയ വിശേഷമൊന്നുമില്ല. ഞാൻ ഗുരുദേവന്റെ അറിവ് പഠിച്ചിട്ടുണ്ട്, കൊള്ളാം, തർക്കമില്ല. ഇപ്പൊ എങ്ങനെയുണ്ട് മനസ്സൊക്കെ? മനസ്സിനൊന്നും ഒരു സുഖമില്ല സാർ. പിന്നെ നിങ്ങൾ എന്തിനാ അറിവ് പഠിക്കാൻ പോയത്? അപ്പോ സാർ അറിവ് പഠിച്ചു. മനസ്സിനെങ്ങനെയുണ്ട്? നല്ല സുഖമുണ്ടോ? സുഖമെന്ന് വെച്ചാൽ സുഖമില്ലാതെ ഒന്നുമില്ല, യാതൊരു സംശയമില്ല. അനന്തമായ ആനന്ദം, ഒരു പ്രശ്നവുമില്ല. ശരീരത്തിന് ഇനി എന്തൊക്കെ സംഭവിച്ചാലും ഒരു പ്രശ്നവുമില്ല. ഞാനതെന്ത് പറയുന്നു, ഇപ്പൊ എന്തിനു പറയുന്നു? നമുക്കൊക്കെ അത് സാധിക്കും. അതിനുള്ള കുറച്ച് കരുത്ത്, ഇതിന് നല്ല കരുത്ത് വേണം മാനസികമായി. ആ കരുത്ത് ഗുരുദേവനും ജഗദീശ്വരനും നമുക്കൊക്കെ തന്ന്
അനുഗ്രഹിക്കുമാറാകട്ടെ. നമസ്കാരം.